ഹായ് വെൽക്കം ടു അസബ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ട്രാക്കും ഏരിയകളും നമ്മൾ റൈഡിങ്ങിന് ഇറങ്ങുന്ന ഏരിയകളൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ. ഇതാണ് നമ്മൾ നവാബോടെ ഇങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവനുമായി ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു റൈഡ് നമ്മൾ പോണ ഏരിയകളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ നോക്കുമ്പോഴല്ല ഇന്നലെ ചെറിയ റൈഡിങ്ങിന് ഇറങ്ങിയതാണ്. ആ സമയത്ത് ഇവൻ്റെ ലാടം ഊരി പോന്നിട്ടുണ്ട്, ഫ്രണ്ട് കൈമലൊന്ന്. അതുകൊണ്ട് നമ്മൾ ഫേരർ അലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാടടിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇതിൽ കാണിച്ചു തരാം. നമ്മൾ റൈഡ് ചെയ്യുന്ന ഏരിയകളും ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ട്രാക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിങ്ങനെ പോലെ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് മുകളിൽ കുറേ കല്ല് വെട്ടിയ ഏരിയകളുണ്ട്. ഒരു ഒഴിഞ്ഞൊരു ഏരിയ, നല്ല ശാന്തമായൊരു ഏരിയയാണ് ഇവിടെ. അങ്ങനെ വലിയ ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ മയിലുകളും കുറുക്കന്മാരൊക്കെ ഇഷ്ടംമാരുണ്ട് ഇവിടെ. ഈ സമയത്ത് കുറുക്കനങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല, എങ്കിലും ചിലപ്പോൾ കാണാൻ കഴിയും. മയിലുകൾ എന്തായാലും നമ്മൾ കാണും, അത്രത്തോളം മയിലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങിയേക്കും അല്ലേ. നമ്മളെ ഇതാണ് എത്രത്തോളം വലിയൊരു പേടക്കാട്ടോ കുതിരക്കാക്കി ഉണ്ടാക്കിയിട്ട്. ആദ്യം 2 കുതിര ഉണ്ടായി, ഇപ്പോൾ ഒന്നായിട്ട് ഇവനിങ്ങനെ ഓടി നടക്കാനായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. എത്രത്തോളം ലെങ്ത് ഉണ്ട്. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാതെ നമ്മൾ സോളാറാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ലെങ്ത്ത്. പിന്നെ ഇവിടെ കിണറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ കറണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു വൈബ് ഏരിയയാണ്. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇതിങ്ങനെ പോയി നോക്കാം ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നൊക്കെ. ഞാൻ ഈ കുറുക്കനെ ഉദ്ദേശിച്ച് കുറുനരി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യമൊക്കെ ഇതിന് പൊതുവെ ആൾക്കാർ കുറുക്കൻ എന്നാണ് പറയാം. അതിൻ്റെ യഥാർത്ഥ പേര് കുറുനരി എന്ന് പറയും. കുറുക്കൻ വേറെ വിഭാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഇവിടെയൊക്കെ കല്ല് വെട്ടിയൊരു ഏരിയ കേട്ടോ. ഇതൊക്കെ കല്ല് വെട്ടിയാണ്ട് ഇങ്ങനെ ആക്കിയൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെയൊക്കെ നമ്മൾ റൈഡിങ്ങിന് ഇങ്ങനെ ഇറങ്ങിയത്. ഇവിടെ ഇങ്ങനെ പോയിട്ട് അവിടെ കണ്ടില്ല വൈറ്റ് ടാങ്ക്, അതിൽക്കൂടെ ഇങ്ങനെ പോയിട്ട് മുകൾക്ക് ഇങ്ങനെ കയറില്ല. അപ്പോൾ ഇവിടെ ആദ്യം ഒരു കുന്നും പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മയിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലോകമാണ് ഇവിടെ. ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല സുഖം. കുതിരപ്പുറത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകും. അവനാണെങ്കിൽ ഏത് കുന്നും ഇതൊക്കെ കയറും. ഇത് കണ്ടെങ്കിൽ ഒരു ലോങ് ഏരിയ ഇതുണ്ടോ. ഇവിടെയൊക്കെ ആദ്യം കല്ല് വെട്ടി കഴിഞ്ഞൊരു ഏരിയയാണ്. ഇത്രയും വിശാലമായ ഏരിയ. അതുകൊണ്ട് ഇവന് വാക്കടിച്ച് പോകാൻ ഭയങ്കര ഒരു വൈബാണ്. ആ ലോങ് ഉണ്ടെങ്കിൽ അവിടെ ഒരാളുണ്ട്, അവിടെ ഒരു മയിലിരിക്കുന്നുണ്ട്. ആ ലെങ്ത്തിൽ നമ്മൾ കാണാൻ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നല്ലൊരു വൈബ് ഏരിയയാണ് ഇവിടെ. ഇതിലൊക്കെ ഇങ്ങനെ കയറില്ല. ഇവിടെ ആടുകളെ മേയാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ആടുകൾ ഇവിടെ മേയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനൊരു ഏരിയയാണ് ഇവിടെ. 2 ആടുകുട്ടികളുണ്ട്. ആഹാ, ഇവിടെ ഏകദേശം ഒരു 4ഓളം വലിയ ആടുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മേയാൻ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ ആരെങ്കിലും. ഇപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാം. ഇങ്ങനെ നോക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. ഓക്കെ, കുതിരനെ റൗണ്ട് അടിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ. ഇവിടെ നമ്മൾ ചില സമയങ്ങളിൽ ഒഴിവുള്ളപ്പോൾ കുതിരനെ റൗണ്ട് അടിക്കാൻ ഇറങ്ങാം കേട്ടോ. എന്താണ് ഞാൻ ലോങ്ങിൽ നിന്ന് കാണിച്ചില്ല. ആ ടാങ്കിൾ ഏരിയ ഇതിങ്ങനെ വലിയൊരു ഗ്രൗണ്ടാണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകാൻ കുറച്ച് നേരമൊക്കെ റൗണ്ട് അടിക്കും. ഇതിന് പറ്റിയൊരു ഏരിയയാണ്. ഇതൊക്കെ കല്ല് വെട്ടിയ ഏരിയയാണ് ഇവിടെ. ഒരു കുന്നും പ്രദേശമാണ്. മുകളിൽ ചെറിയ വീടുകളുണ്ട്, ഫാക്ടറികളുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള ഈ റൂട്ടിലാണ്. ഈ റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര വൈബാണ് ഇവിടെ. അതിനെ കാണിച്ചത് ഈ ഏരിയ കൂടെ ഇങ്ങനെ പോകാം കേട്ടോ. കുതിരനെ കൊണ്ട് പോകണം നമ്മളെ ഈ ഏരിയയാണിത്. ഇതിൽ കൂടെ പോലെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ റോഡിന് പോകും, മുകൾക്കും പോകും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മുകൾക്ക് പോയേക്കാം. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതിലിങ്ങനെ ലോങ് ചുറ്റിയിട്ടാണ് ഇതിലോട്ട് എത്തിയത്. ഒരാളത് അവിടെ നമ്മൾ കണ്ടിട്ട് ലോങ് പോകണം. അത്ര വലിയ പേടിയൊന്നുമില്ല, എന്നാലും അപ്പോൾ ആളത് ഓടണം. അവിടെ വേണ്ട, നല്ല പീലുള്ളൊരു ആൺമയിലാണ്. അവിടെ കണ്ടെടുത്താല അവിടെ അത് 2 ഉണ്ട്. അതിലൊന്ന് ഫീമെയിലാണ്, 1 മെയിലാണ്. അങ്ങനെ മയിലുകൾ ഇഷ്ടംമാരുള്ളൊരു ഏരിയയാണ് ഇവിടെ. ഒരാളത് അവിടെ അതിൽ പോണ് കണ്ടങ്ങൾ. നമുക്കൊന്ന് നമ്മളെ പേടിയുണ്ടാവും, അതുകൊണ്ട് അടുത്തെത്തും പറ്റുമോ ഓടും. പൊതുവെ മനുഷ്യരെ ആർക്കും വിശ്വാസം ഉണ്ടാവില്ലല്ലോ.
ആൾ നമ്മളെ കണ്ടപ്പോൾ താഴോട്ട് ഇറങ്ങി പോകട്ടോ. ഇവലെ സൗണ്ട് ഇവലെ പീലി വിടർത്തി കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ മുകളിൽ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളെ അടുത്തെത്തുമ്പോൾ പാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ആ പാറണൊന്ന് കാണാം. ആൾ താഴേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ റൈഡിങ്ങിന് ഇറങ്ങുന്ന ഏരിയ. അപ്പോൾ ഈ ഹെൻഡിലിങ്ങനെ വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ലൊരു വൈബാണ്. ഇതാണ് ഞങ്ങൾ ഉൾഭാഗങ്ങളൊക്കെ കാണാൻ എന്താ രസം അറിയാം. ഇവിടെ നല്ല തണുത്ത കാറ്റുമാണ്. ഇപ്പോൾ നല്ല തണുപ്പുള്ള കാറ്റാണ് ഉണ്ടാവുക. ഇതാണ് നമ്മൾ റൈഡിങ്ങിന് ഇങ്ങനെ ഇറങ്ങുന്ന ഏരിയ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുതിരകളുമായി ഇറങ്ങാൻ ഭയങ്കര വൈബാണ്. കുതിരയുമായി ഇറങ്ങാൻ നല്ല രസമാണ് ഈ ഏരിയ കൂടെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവിടെ ഭയങ്കര രസമുള്ള സംഭവതാ ഫ്ലൈറ്റ് വരുന്നത് കാണാൻ നല്ല രസം കേട്ടോ. നമുക്കൊന്നിങ്ങനെ കാണാം, വരുന്നത് ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ പോണ വേറെ റൂട്ട് കേട്ടോ. നമ്മളിങ്ങനെ വന്ന് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന റൂട്ടായിക്കൂടെ ഇങ്ങനെ വന്ന് ഇതൊക്കെ നമ്മൾ കുതിര ഓട്ടണ ഓരോ റൂട്ടുകൾ. നമ്മൾ വന്നത് ആ റൂട്ട് മുകളിൽ കൂടെയാണ്, നമ്മൾ ഓട്ടാൻ പോണ ഇതിൽ കൂടെയാണ്. ഭയങ്കര ഒരു നല്ലൊരു വൈബാണ് ഇവിടെ കുതിര ഓട്ടാൻ. നമ്മൾ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, നല്ലൊരു സുഖമുണ്ട് ഇതിവിടെ പോകാൻ. നമ്മൾ പിന്നെ ഇറങ്ങുന്ന ഒരു ഏരിയ ഇട്ടത് ഇതൊരു റബ്ബർ തോട്ടം. നമ്മളപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ കുതിരയുമായി ഇങ്ങനെ ഇറങ്ങും. അത്യാവശ്യം ലെങ്ത്തുള്ള റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലിങ്ങനെ ഇറങ്ങി. എന്നിട്ട് ഇതിലിങ്ങനെ വഴിയുണ്ട്, അതിൽക്കൂടെ ഇങ്ങനെ പോയിട്ട് ആ താഴോട്ട് പോരാ. ഭയങ്കര ഒരു ഭംഗിയാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കുതിരയുമായി നമുക്കൊരു റൈഡിങ്ങിന് ഇറങ്ങാൻ പറ്റിയൊരു ഏരിയയാണ്. വലിയ ലെങ്ത്ത് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇങ്ങനെ വെറുതെ ഒരു വൈബിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് നമ്മളെ ഈ ഏരിയ. ഒരാൾ പോകണമെങ്കിൽ ഇവിടെ ഇഷ്ടംമാതിരി മയിലുണ്ട്. ഇതാ ഇവിടെ ഒരാൾ നിൽക്കണം. ഇവിടെ കണ്ടെങ്കിൽ ഒരാളെ ഒന്നൊന്നല്ല, നല്ല നിറയെ മയിലുകളുണ്ട്. ഒരു 10-20 മയിൽ തന്നെ ഈ ഏരിയയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏകദേശം കുട്ടികളടക്കി കുറേ മയിലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും മയിലിനെ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും മയിലുകളുള്ളൊരു ഏരിയയാണ് ഇവിടെ. ഇതവിടെ രണ്ടാൾ നിൽക്കണേ. ഇവിടെ ഉണ്ടല്ലോ ഒരാൾ, ആ ക്യാപ്പിൽ ഉണ്ടല്ലോ അവിടെ രണ്ടാൾ നിൽക്കുന്നത് കണ്ടോ. അവിടെ ഒരാൾ, പിന്നെ ഒരാൾ താഴെ കൂടെ പോയത് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡോഗ്സിനും കൊണ്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഇവിടെയൊക്കെ അയൽവകത്തുള്ളതാണ് രണ്ടാൾ വരുന്നത്. അവിടെ അതിൻ്റെ പേരെന്താ? മാത്തനോ? ഇത് നമ്മൾ പരിചയമില്ലാത്ത നമ്മളിങ്ങനെ നോക്കണ ആൾ. ശലമ്പൊന്നുമില്ല. അതാ എന്താണ് എന്താണ് ആ ആ ഉണ്ടോ. ഇത് ഈ പരിചയമില്ലാത്ത കുട്ടികളെ കണ്ടിട്ട് എന്ത് ചെയ്യുന്ന ഇവിടെ വിളിച്ചേക്കണേ. കുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെ നോക്കാണ്. എന്തേ പേടിച്ചാ?
ഈ കല്ലുകൾ എടുത്തിട്ട് ഇവിടെയൊക്കെ കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില കുണ്ടുകളിലൊക്കെ വെള്ളമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരികയാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഇവിടെ എന്താ പറയുക, നമ്മളെ വെട്ടുകല്ലുണ്ടല്ലോ വീട് കയറ്റാനുള്ള, അപ്പോൾ അതെടുത്ത ഒരു ഏരിയയാണ് ഇവിടെ. ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ കുതിരയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതിലിങ്ങനെ കുതിരയും കൊണ്ട് ഇറങ്ങാൻ നല്ലൊരു വൈബാട്ടോ. ഇതിങ്ങനെ ലോങ് പോകാം, അതിൻ്റെ മുകളിൽ കൂടെ പോവുക, ഇതിലൊക്കെ ഇങ്ങനെ പോവുക. ഇങ്ങനെ ചുറ്റാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഓടണമെങ്കിൽ ഓടാം, കുതിരമായ റൈഡ് ഫാസ്റ്റായിട്ട് ഓടാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് പരിമിതികളുണ്ട്. ഒന്നും സ്ട്രൈറ്റ് ട്രാക്ക് അല്ലാത്തതുകൊണ്ട് ഇതേമാതിരി കല്ലും ഇത് ഭാഗങ്ങളൊക്കെ സ്ഥലത്തുണ്ടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് പറയാം. ഓക്കെ.